അധ്യായം 61 സൂറത്തു സഫ്. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 14. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. ആകാശഭൂമികളിലുള്ളവയെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്തത് പറയുന്നതെന്തിനാണ്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. ചെയ്യാത്തത് നിങ്ങൾ പറയുകയെന്നത് അല്ലാഹുവിങ്കൽ വളരെ കോപകരമായിട്ടുള്ളതാകുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്. ഓരായമായി നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടമെന്ന പോലെ അണിയായി തന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ لِمَ تُؤْذُونَنِي وَقَدْ تَعْلَمُونَ أَنِّي رَسُولُ اللَّهِ إِلَيْكُمْ فَلَمَّا زَاغُوا أَزَاغَ اللَّهُ قُلُوبَهُمْ وَاللَّهُ لَا يَهْدِي الْقَوْمَ الْفَاسِقِينَ. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്തിനാണ് എന്നെ വിഷമിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ ദൂതനാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അങ്ങനെ അവർ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ നേർമാർഗത്തിൽ നിന്നും തെറ്റിച്ചു കളഞ്ഞു. കുറ്റവാളികളായ ജനതയെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ وَمُبَشِّرًا بِرَسُولٍ يَأْتِي مِن بَعْدِ اسْمُهُ أَحْمَدُ فَلَمَّا جَاءَهُم بِالْبَيِّنَاتِ قَالُوا هَذَا سِحْرٌ مُبِينٌ. മറിയമിന്റെ പുത്രൻ ഈസ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇസ്രായേൽ സന്തതികളെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ ദൂതനാകുന്നു. എന്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെച്ചുകൊണ്ടും എന്റെ ശേഷം വരുന്ന അഹമ്മദ് എന്ന പേരുള്ള ഒരു ദൂതനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും ഞാൻ നിയുക്തനായിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അവരുടെ അടുത്ത് വന്നപ്പോൾ ഇത് വ്യക്തമായ ആഭിചാരമാണെന്നവർ പറഞ്ഞു. وَمَنْ أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ الْكَذِبَ وَهُوَ يُدْعَى إِلَى الْإِسْلَامِ وَاللَّهُ لَا يَهْدِي الْقَوْمَ الظَّالِمِينَ. അല്ലാഹുവിനെപ്പറ്റി കള്ളം പറയുന്നവനേക്കാൾ അക്രമിയാരുണ്ട്? അവനാകട്ടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. എന്നിട്ടും അക്രമികളായ ജനതയെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. يُرِيدُونَ لِيُطْفِئُوا نُورَ اللَّهِ بِأَفْوَاهِهِمْ وَاللَّهُ مُتِمُّ نُورِهِ وَلَوْ كَرِهَ الْكَافِرُونَ. തങ്ങളുടെ വായ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ അവർ ഉദ്ദേശിക്കുന്നു. അല്ലാഹുവാകട്ടെ തന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുന്നവനാകുന്നു. സത്യനിഷേധികൾ വെറുത്താലും ശരി. هُوَ الَّذِي أَرْسَلَ رَسُولَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ. അവൻ തന്റെ ദൂതനെ സന്മാർഗത്തോടും യഥാർത്ഥ മതത്തോടും കൂടി അയച്ചത് അവനാണ്. ലോകത്തുള്ള എല്ലാ മതത്തെക്കാളും അതിനെ വിജയിപ്പിച്ചു. പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി ബഹുദൈവ വിശ്വാസികൾ അത് വെറുത്താലും ശരി. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم
يجيركم من عذاب أليم. സത്യവിശ്വാസികളെ, വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു കച്ചവടത്തെപ്പറ്റി നിങ്ങളെ ഞാൻ അറിയിച്ചു തരട്ടെയോ? تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക, സ്വന്തം സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാകുന്നു, നിങ്ങൾക്ക് അറിയാമെങ്കിൽ. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിലും സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളിലുമുള്ള വിശിഷ്ട ഭവനങ്ങളിലും നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അത് മഹത്തായ വിജയം തന്നെയാണ്. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു അനുഗ്രഹവും നിങ്ങൾക്കവൻ നൽകും. അല്ലാഹുവിൽ നിന്നുള്ള സഹായവും ആസന്ന വിജയവുമാണത്. നബിയെ, സത്യവിശ്വാസികൾക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمن طائفة من بني إسرائيل وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളായി തീരുക. മറിയമിന്റെ പുത്രൻ ഈസാ നബി ഹവാരിയുകളോട് അല്ലാഹുവിലേക്ക് ഉള്ള മാർഗത്തിൽ എന്നെ സഹായിക്കുന്നവർ ആരാണ് എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ ഹവാരിയുകൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്. ഇതുപോലെ നിങ്ങളും ആയിത്തീരുക. എന്നിട്ട് ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ഒരു വിഭാഗം വിശ്വസിക്കുകയും ഒരു വിഭാഗം നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ വിശ്വസിച്ചവർക്ക് തങ്ങളുടെ ശത്രുവിനെതിരെ നാം ശക്തി നൽകി. അങ്ങനെ അവർ വിജയികളായി തീർന്നു.